السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിൽ, ഒരു സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അള്ളാഹു ഈ ഒരു സദസ്സിനെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ ഒരു സംവിധാനത്തെ കണ്ടപ്പോൾ സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിൽ പ്രവേശിച്ച ഒരനുഭൂതിയാണ് ഇതിൽ നിന്നും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു ഏറ്റവും മനോഹരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മാസം തോറും നടക്കുന്ന തസ്കിയത്ത് ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ഒരു വീണ്ടു വിചാരം, ജീവിതത്തിനെ സംബന്ധിച്ചും അവശേഷിക്കുന്ന ആയുസ്സിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ചിന്ത, ആലോചന പരിശോധിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം, ഈ ദുനിയാവിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ദുനിയാവിലേക്ക് നമ്മൾ എപ്രകാരമാണ് എത്തിപ്പെട്ടത്, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ട് ഈ ദുനിയാവിൽ എനിക്കൊരു ജീവിതമുണ്ടായി, ഒരു മരണമുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇരുന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ ജീവിതത്തെ ഗൗരവത്തിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയുടെ 30-ാമത്തെ വചനം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ദുനിയാവിലേക്കുള്ള യാത്രയുടെ വരവിനെ സംബന്ധിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വർത്തമാനം മലക്കുകളെ വിളിച്ച് അള്ളാഹു അറിയിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മലക്കുകളോട് അള്ളാഹു സംസാരിക്കുകയാണ്, മുശാവറ നടത്തുകയാണ്. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വർത്തമാനം അള്ളാഹു മലക്കുകളോടായി അവതരിപ്പിക്കുകയാണ്. അവിടെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവേ, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഈ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ റബ്ബേ എന്തിനാണ് പടയ്ക്കാൻ പോകുന്നത്, എന്തിനാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? മലക്കുകൾ ചോദിക്കുകയാണ്. കാരണം അതിനു മുന്നേ ജീവിച്ചിരുന്ന ജിന്നുവർഗത്തിന്റെ ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ട മലക്കുകൾ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അവർക്കുള്ള ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മലക്കുകളോടായി ചോദിക്കുന്നത്. അള്ളാഹുവിനോടായി ചോദിക്കുന്നത്, പടച്ചോനെ, എന്തിനാണ് ഇങ്ങനെ ഒരു വിഭാഗത്തെ നീ ഭൂമിയിൽ പടക്കാൻ പോകുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നിന്നെ പുകഴ്ത്താനും നിന്നെ വാഴ്ത്താനും നിന്നെ ഇബാദത്ത് ചെയ്യാനും ഞങ്ങളുണ്ടല്ലോ റബ്ബേ, പിന്നെ എന്തിനാണ് അള്ളാഹുവേ അവരെ പടക്കാൻ പോകുന്നത്? അത് അറിയാൻ വേണ്ടി കൂടിയുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ മഖ്സദ് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഞാൻ അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അള്ളാഹുവിന്റെ ഇൽമെന്ന ആ ഗുണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവിടെ മറുപടി പറയുകയാണ്, ഞാൻ അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്ന് മലക്കുകൾക്ക് അള്ളാഹു മറുപടി നൽകി.
തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചു. വളരെ ചിന്തയോടുകൂടി ശ്രദ്ധയോടുകൂടി ഓരോ വരികളെയും നിങ്ങൾ ശ്രവിക്കണം. അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ പടച്ചു. മലക്കുകൾക്കൊരു ധാരണയുണ്ട്, മനുഷ്യരെന്നത് അങ്ങനെ പവിത്രമായ ഒരു സൃഷ്ടിവർഗമല്ല, ആയിരിക്കാൻ സാധ്യതയില്ല. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. തഫ്സീറുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കാണാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടക്കുകയാണ്, ആദം അലൈഹിസ്സലാമിനെ പടക്കുകയാണ്. പടച്ചതിന് ശേഷം അല്ലാഹു വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും പേര് ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദുനിയാവിൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതും നിലവിലുള്ളതുമായ സകല വസ്തുക്കളുടെയും പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? ثم عرضهم على الملائكة فقال അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു فقال انبئوني باسماء هؤلاء ان كنتم صادقين. മലക്കുകളുടെ നേരെ തിരിഞ്ഞു അല്ലാഹു. ഒരു ഭാഗത്ത് ആദം അലൈഹിസ്സലാമിനെ പടച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു, ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം മലക്കുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്കൊരു വാദമുണ്ടായിരുന്നല്ലോ, നിങ്ങളൊരു വർത്തമാനം പറഞ്ഞിരുന്നല്ലോ, എന്തിനാണ് റബ്ബേ ഈ സമൂഹത്തെ, മനുഷ്യ വിഭാഗത്തെ പടയ്ക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ. അല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ ഇതൊരു തർക്കത്തിന്റെയോ ആ ഒരു മേഖലയിലല്ല, അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളുടെയൊക്കെ പേര് പറയും. ആ സന്ദർഭത്തിൽ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവുമില്ല റബ്ബേ, ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് എല്ലാം അറിയുന്നവനും പ്രതാപജ്ഞാനിയും. അല്ലാഹുവിനോട് മലക്കുകൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചു, ഖാല യാ ആദം, ഓ ആദം, അംബിഉഹും ബിഅസ്മാഇഹിം, ഇവകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കൂ മലക്കുകൾക്ക് എന്ന ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം. അങ്ങനെ ആദം അലൈഹിസ്സലാം ഓരോന്നിന്റെയും പേര് എണ്ണി എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആദം അലൈഹിസ്സലാം അതിന് പ്രതികരണം നൽകി. എല്ലാ വസ്തുക്കളുടെയും പേര് ആദം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല ഗൈബും ഞാൻ അറിയുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് മറുപടി കൊടുക്കുകയാണ്. മനസ്സിലാക്കാനുള്ള ഒരു വിഷയം, മലക്കുകളുടെ ധാരണയെ അല്ലാഹു തിരുത്തി കൊടുത്തത് എങ്ങനെയാണ്? മനുഷ്യനെന്ന സൃഷ്ടി വിഭാഗം, മനുഷ്യരെന്ന ആ സമൂഹം ഏറ്റവും പവിത്രമായ, മലക്കുകളെക്കാൾ ഉയർന്ന ദർജയിലേക്ക് എത്താൻ മാത്രം ക്വാളിറ്റിയുള്ള ഒരു സമൂഹമാണ്, ഒരു സൃഷ്ടി വിഭാഗമാണ് എന്ന് അല്ലാഹു മലക്കുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ആദം അലൈഹിസ്സലാമിന് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം മനുഷ്യർ ഏറ്റവും ഉത്തമരായ ഒരു സമൂഹമാണെന്ന് അല്ലാഹു മലക്കുകളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കുകളോടായി പറഞ്ഞു, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുവാൻ, ആദരവിന്റെ സുജൂദ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. അതേ സന്ദർഭത്തിൽ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇല്ല ഇബ്ലീസ് അബാ വസ്തക്ബർ, അവൻ സുജൂദ് ചെയ്തില്ല, ധിക്കരിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു ഇബ്ലീസ്. ഇതൊരു കഥയല്ല, നമ്മൾ ഈ ദുനിയാവിൽ എത്തുന്നതിന്റെ ചരിത്ര പശ്ചാത്തലം നടക്കുകയാണ്. ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് നമ്മുടെ ഊഴമനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ആദം അലൈഹിസ്സലാം, അതാ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, സുജൂദ് ചെയ്തോളൂ. അങ്ങനെ എല്ലാവരും സുജൂദ് ചെയ്തു. അതേ സന്ദർഭത്തിൽ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് അഹങ്കാരം നടിച്ചു, ഇബ്ലീസ് ധിക്കാരം പ്രവർത്തിച്ചു.
അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് ഇബ്ലീസ് പിന്തിരിഞ്ഞു നിന്നു. ഇബ്ലീസിന് അന്ന് വലിയ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഇബ്ലീസിന് സ്ഥാനം കിട്ടിയിരുന്നത്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ ഇബ്ലീസ് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ അതാ അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഓ ആദം, താങ്കളും താങ്കളുടെ ഭാര്യയും ഹവ്വാ ബീവിയോടുമായി പറയുന്നു, ഈ സ്വർഗത്തിൽ, ഈ തോട്ടത്തിൽ താങ്കൾ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചു കൊള്ളുക. ഇഷ്ടമുള്ള നിലക്ക് എന്തിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളുക. പക്ഷേ ഈ വൃക്ഷത്തിനോട് സമീപിക്കാൻ പാടില്ല, ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നും ആദം അലൈഹി സ്വലാമിനോടും ഹവ്വാ ബീവിയോടും, നമ്മുടെ ഉമ്മാനോടും നമ്മുടെ ഉപ്പാനോടും പറയുകയാണ്. നമ്മുടെ ആദ്യത്തെ പിതാവും ആദ്യത്തെ മാതാവുമാകുന്ന ഉമ്മാനോടും വാപ്പാനോടും പറഞ്ഞു, എന്ത് ചെയ്യരുത്, ഇവിടെ നിന്ന് ഭക്ഷിച്ചു പോകരുത്. അതേ സന്ദർഭത്തിൽ ബാക്കി ഇഷ്ടമുള്ള എല്ലാ ഇടത്തു നിന്നും ഭക്ഷിച്ചോളൂ, യാതൊരു തടസ്സവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ നോക്കൂ, ആദം അലൈഹിസ്സലാം അവിടെ ജീവിതം തുടങ്ങി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് കാരണം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ആർക്കുണ്ടായി? ഇബ്ലീസിനുണ്ടായി. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവർ കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായി. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ചില പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങാം. അവിടെ ആദം അലൈഹിസ്സലാം അഥവാ മനുഷ്യർ എന്നത് ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികളാകുന്നു എന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട്? മലക്കുകളെക്കാൾ വിജ്ഞാനം കൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് ആര്? മനുഷ്യർ. വിജ്ഞാനം കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശക്തി കൊണ്ടോ സൃഷ്ടിപ്പിന്റെ ഗാംഭീര്യം കൊണ്ടോ വലുപ്പം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒരിക്കലും വിജ്ഞാനത്തിന്റെ മേലെ ഒരു സൃഷ്ടികൾക്കും പോകാൻ സാധിക്കുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മലക്കുകൾ സുജൂദ് ചെയ്തു. മലക്കുകൾക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? വിജ്ഞാനത്തിന്റെ മഹത്വമാണ്. കാരണം ഈ മനുഷ്യരിൽ നിന്നാണ് ലോകത്തിന്റെ നിയന്ത്രണവും ലോകത്തിന്റെ എല്ലാ നിലക്കുമുള്ള പ്രബോധനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ രംഗപ്രവേശം മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നാണ് ആ പ്രവാചകന്മാരെ പിന്തുടരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രൂപപ്പെടാൻ പോകുന്നത്. ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും അടങ്ങുന്ന പ്രവാചക വചനങ്ങളുടെ ഉദ്ഘോഷണവും അതിന്റെ പ്രഖ്യാപനവും അതിന്റെ ക്രോഡീകരണവുമായി ലോകത്ത് വലിയ മുഹദ്ദിസീങ്ങളുടെ വരവ് വരാനിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാനം പാകിയ ഇസ്ലാമിലെ ഫുഖഹാക്കൾക്ക് വരാനിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യരിൽ നിന്നാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടി അത് മനുഷ്യരാണ്. എന്തുകൊണ്ട് ആ മനുഷ്യൻ അവിടേക്ക് എത്തിപ്പെടുന്നു? മനുഷ്യനെ അള്ളാഹു വിജ്ഞാനം പഠിപ്പിച്ചു. അതുകൊണ്ട് വിജ്ഞാനമുണ്ടെങ്കിലേ വിലയുള്ളൂ, വിജ്ഞാനമുണ്ടെങ്കിലേ മഹത്വമുള്ളൂ. യാതൊരു നിലക്കുമുള്ള പഠനമില്ല. നിങ്ങളിപ്പോ അത് കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഖാലിദൻ മുഖല്ലദ, സ്ഥിരമായി ഇവിടെ ജീവിതം തുടരും. അതുകൊണ്ടാണ് അള്ളാഹ് കഴിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോണില്ല. അതേ സന്ദർഭത്തിൽ അതിലൊരു നേട്ടമാണ് കിട്ടാനിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നമുക്കിങ്ങനെ അലങ്കാരം ഇട്ടു തരികയാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെ ഏറ്റവും ഭംഗിയാക്കി അതിനെ ഏറ്റവും നല്ല നിലക്ക് അവതരിപ്പിച്ചു തരികയാണ്. അത് അങ്ങനൊന്നും പ്രശ്നമില്ല, അത് ഇങ്ങനെ ആക്കിയാൽ മതി, നിങ്ങൾ ആ പഴം കഴിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആദം അലൈഹിസ്സലാം അതിൽ വീണു. റബ്ബിന്റെ തീരുമാനമാണ്. ആദം അലൈഹിസ്സലാം അതിൽ വീണു, ഭക്ഷണം അതിൽ നിന്ന് കഴിച്ചു, കനി കഴിച്ചു. അതോടുകൂടി അവരുടെ ഔറത്ത് വെളുകാവുകയും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും, ആദം നബിയെയും ഹവ്വാ ബീവിയെയും ആണ് പുറത്താക്കുന്നതെങ്കിലും ഈ തിരൂരങ്ങാടിയിൽ ഇവിടെ താമസിക്കുന്ന നിങ്ങളെയും അങ്ങ് തിരുവനന്തപുരത്തുള്ള എന്നെയും ഈ ലോകത്തിന്റെ സകല ദിക്കിലുമുള്ള എല്ലാ മനുഷ്യരെയും പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. ഒരു നിശ്ചിത കാലം വരേക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഈ ദുനിയാവിൽ കിട്ടും. ഒരു നിശ്ചിത കാലം വരേക്ക്. അത് കഴിഞ്ഞാൽ തിരിച്ച് അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങി വരണം എന്ന അറിയിപ്പുമായിട്ടാണ് നമ്മളെ അള്ളാഹു ഇവിടേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.
നമ്മുടെ വസ്ത്രം, പാർപ്പിടം, സമ്പത്ത്, കുടുംബം, സമൂഹം, സൗകര്യങ്ങൾ, എല്ലാ സുഖലോലുപതയും എല്ലാ സൗകര്യങ്ങളും ഇവിടെ താൽക്കാലികമായി മാത്രമേ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അള്ളാഹു അതിനെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. എത്ര സമ്പാദിച്ചാലും എത്ര കോടികൾ ആസ്തി ഉണ്ടായാലും അത് മരിക്കുന്നതോടുകൂടി നമ്മുടേതല്ലാതായി തീരുന്നു. ആ സിസ്റ്റമാണ് ദുനിയാവില്. എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും ഒന്നും നമ്മുടേതല്ലാതായി തീരും മരിക്കുന്ന ആ സെക്കൻഡ് മുതൽ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരേക്ക് അവിടെ ആ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. ഇത് ആരോടാണ് പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ആയുസിൽ 50, 60, 70 വർഷം കിട്ടിയിട്ട് ഒരാവർത്തി പോലും പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ആകുന്ന ആ അറ്റം മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഈ അറ്റം വരെ ഒന്ന് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും എടുത്തു വെച്ച് അതൊന്ന് വായിച്ച് തീർക്കുവാൻ, അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ച് തീർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ ആലോചിക്കണം. അത് നമ്മുടെ താടി നരച്ചു, നമ്മുടെ മുടി നരച്ചു. മരിക്കുന്നതിന്റെ മുന്നേ എന്റെ റബ്ബ് എന്നോട് എന്താ പറഞ്ഞത്? ഖുർആനിൽ അള്ളാഹു എന്നോടും നിങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെവി കൊടുക്കുന്നില്ലെങ്കിൽ അത് വേദനിക്കുന്ന ഒരു ദിനത്തിലേക്കുള്ള യാത്രയാണെന്ന് 100% നമുക്ക് ബോധ്യമുണ്ടാകണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ഇന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. റബ്ബെ, പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പടച്ചോനെ, മരിക്കുന്ന പറഞ്ഞത് എന്ന് പൂർണ്ണാർത്ഥത്തിൽ ഒരാവർത്തിയെങ്കിലും വായിച്ച് പഠിക്കുവാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് ഇന്നു മുതലുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് പൊയ്ക്കോളീൻ ഒരു നിശ്ചിത കാലം വരേക്ക്, അത് കഴിഞ്ഞാൽ തിരിച്ച് എന്റെ അടുത്തേക്ക് എന്നെ മടങ്ങി വരണം. അങ്ങനെ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു. ആദം അലൈഹിസ്സലാമിന് തെറ്റ് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് മനുഷ്യന്റെ പശ്ചാത്തലം, അതാണ്. തെറ്റ് സംഭവിക്കും, തെറ്റ് ബോധ്യപ്പെടണം. തെറ്റ് ബോധ്യപ്പെട്ടാലോ തെറ്റ് തിരുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. തെറ്റ് സംഭവിക്കാത്തവരാരും ഈ സദസ്സിലില്ല, ഞാനും നിങ്ങളുമില്ല. നമുക്കൊക്കെ തെറ്റ് പറ്റും. പക്ഷെ തെറ്റ് തിരുത്തണം. തെറ്റ് തിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു പഠിപ്പിച്ചു തരണം നമുക്ക് എങ്ങനെ നിങ്ങൾ തെറ്റ് തിരുത്തണം, നിങ്ങൾ എങ്ങനെ തൗബ ചെയ്യണം. നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചതല്ല തൗബ എങ്ങനെയെന്നത്. തൗബ അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യ, ഇങ്ങനെയാണ് തൗബ. അങ്ങനെ ആദം അലൈഹിസ്സലാം തൗബ പഠിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു പാപം പുറത്തു കൊടുക്കുകയും ചെയ്തു. റബ്ബ് കാരുണ്യവാനാണ്, ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ്. റബ്ബിന്റെ കാരുണ്യം വിശാലമാണ്. ഒരു ഉമ്മാക്ക്, ഒരു ബാപ്പാക്ക് എന്ന് പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒരു ഉമ്മാക്ക് അതിന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം, 100 ഇരട്ടി സ്നേഹം അള്ളാഹുവിന് അവന്റെ അടിമകളോട്. ഇത് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നോക്കൂ, ആ ഉമ്മാക്ക്, അതായത് കുഞ്ഞിനെ കാണാനില്ല, നഷ്ടപ്പെട്ടു പോയി. വീട്ടിലെങ്ങനെ നിൽക്കുന്നുണ്ട് കുട്ടി, കാണാതെ ആയി എന്നൊരു വർത്തമാനം വന്നാൽ ഉമ്മാന്റെ മനസ്സിളകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്റെ കുഞ്ഞിനെ നഷ്ടമായി എന്ന ബോധ്യത്തിലേക്ക് മാതാവ് എത്തുന്ന ഒരു നേരമുണ്ട്. ആ ബോധ്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ കുഞ്ഞിനെ തിരികെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു വാത്സല്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാത്സല്യത്തെ എടുത്തു വെച്ചുകൊണ്ടാ പറഞ്ഞത്, ഈ ഉമ്മക്ക് കുഞ്ഞിനോടുള്ളതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം അള്ളാഹുവിന് അടിമകളോടുണ്ട്, നമ്മളോടുണ്ട്. ആലോചിച്ചു നോക്ക്, നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബം, ഇവർക്കെല്ലാം നമ്മളോടുള്ളതിനേക്കാൾ ഇരട്ടിയുടെ മേൽ ഇരട്ടിയായി, 100 ഇരട്ടിയായി സ്നേഹമുള്ള കാരുണ്യവാനായ ഒരു റബ്ബ് നമുക്കുണ്ട് എന്നത് തന്നെ എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള റബ്ബിനോട് പശ്ചാത്തപിക്കുവാൻ വേണ്ടി ആദം അലൈഹിസ്സലാമിലൂടെ നമുക്കൊരു ചിത്രം കാണിച്ചു തരികയാണ്. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ മനുഷ്യ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തെ അള്ളാഹു മനോഹരമായി വിശദീകരിച്ച് നൽകുകയാണ്. ആദം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെയും ജീവിതം ഉണ്ടാകേണ്ടത്. നമ്മൾ മരിക്കുന്നതിന് മുന്നേ
നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ റബ്ബേ, എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറുത്തു തരണേ അള്ളാഹുവേ, ഗഫൂറായ റബ്ബേ, ഗാഫിറായ റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പാപത്തിന്റെ ഭാണ്ഡക്കെട്ടും പേറി ബർസഖിലേക്കുള്ള യാത്ര ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ചു ഖുർആനിന്റെ വചനാമൃതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ ദുനിയാവില്? ആ വിഭവങ്ങൾ, അതിൽ സമ്പത്തുണ്ട്, അതിൽ കാറുണ്ട്, അതിൽ ബംഗ്ലാവുണ്ട്, അതിൽ ഭാര്യയുണ്ട്, അതിൽ മക്കളുണ്ട്, അതിലെല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാമുണ്ട്. ഈ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? തോന്നിയതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അള്ളാഹു തുടർന്ന് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോളി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗം വരിക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, റബ്ബിന്റെ വാഗ്ദാനമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഹുദ വരും, സന്മാർഗം വരും, ശറഈയായ നിയമങ്ങൾ വരും. ഓരോ രംഗത്തും അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ശറഈയായ നിയമം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തരുമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അതത് സമുദായങ്ങൾക്ക് അള്ളാഹു നൽകുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ശറഈയായ നിയമങ്ങൾ, ആ സന്മാർഗം നമുക്ക് ഇറക്കി കിട്ടുകയുണ്ടായി. 1400 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു ഹുദ നൽകുമെന്നും ആ ഹുദ സ്വീകരിക്കണമെന്നും പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ച സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ഈ കസേരയിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ എത്ര വട്ടം പടച്ചോനെ സ്തുതിച്ചാൽ മതിയാകും? മരിക്കുന്നത് വരെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയതിന്റെ പേരിൽ നന്ദി ചെയ്തുകൊണ്ടിരുന്നാലും ഒരിക്കലും അതിന് പകരമാകില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് ചോദിക്കാൻ കൊതിക്കുന്ന ഒരു ചോദ്യമാണ്, പടച്ചോനെ നീ എനിക്ക് എന്തുകൊണ്ട് ഹിദായത്ത് നൽകി? ഒരുപാട് പേര് ഹിദായത്തില്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഹിദായത്ത് നൽകി? ഞാൻ എന്തൊരു അക്രമിയാണ് പടച്ചോനെ, നീ എനിക്കെങ്ങനെ ഹിദായത്ത് നൽകി? പടച്ചോനോട് ചോദിക്കണമെന്ന് കൊതിക്കുന്ന ചോദ്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്മാർഗം വന്നെത്തും. ഹറാം എന്താണ്, ഹലാൽ എന്താണ്, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ് എന്ന വിഷയത്തിലുള്ള സന്മാർഗം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. ആരാണോ അത് സ്വീകരിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുനിയാവിൽ അവർക്ക് പേടിക്കേണ്ടതില്ല, പരലോകത്ത് അവർക്ക് വ്യസനിക്കേണ്ടതുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ആ സന്മാർഗം സ്വീകരിക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന ശറഈയായ നിയമങ്ങൾ പഠിക്കാൻ എനിക്ക് എത്രത്തോളം ഉത്സാഹമുണ്ട്, എനിക്ക് എത്രത്തോളം ആവേശമുണ്ട്. ദുനിയാവിൽ സമ്പത്ത് കുന്നുകൂട്ടുന്നതിലും കച്ചവടം നടത്തി സമ്പാദ്യം ഒരുക്കുകൂട്ടുന്നതിലും എനിക്കുള്ള ആവേശം ആ സന്മാർഗത്തെ പഠിച്ചെടുക്കാൻ എനിക്കുണ്ടോ? ഒരു ഫോൺ വാങ്ങിക്കാൻ, മൊബൈൽ വാങ്ങാൻ, കാറ് വാങ്ങാൻ, വീട് കെട്ടാൻ, എത്ര വലിയ സ്വപ്നമാണതൊക്കെ. അങ്ങനെ ഒരു വീട് ഒരുക്കി കിട്ടാൻ, മകളുടെ കല്യാണം സന്തോഷകരമായി മനോഹരമായി നടത്തി കൊടുക്കുവാൻ, മക്കളുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ, ഭൗതികമായ വിജ്ഞാനത്തിന്റെ മേഖലകൾ താണ്ടുവാൻ നമുക്കുള്ള ആവേശത്തിന്റെ എത്ര ശതമാനമാണ് ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലാഹു പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ സന്മാർഗം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ആ ഹുദയെ തേടാൻ, ആ സന്മാർഗത്തെ തേടാൻ നമുക്ക് എത്രത്തോളം ആവേശമുണ്ട്? ഓരോരുത്തരും ആലോചിക്കുക. പരിശുദ്ധ ഖുർആനിൽ ആ സന്മാർഗം പ്രകാശിച്ചു നിൽക്കുകയാണ്. അതൊന്ന് എടുത്തു വെച്ച് വായിക്കാൻ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു എന്നോട് എന്തു പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു എന്നോട് എന്തു പറഞ്ഞു, സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു എന്നോട് എന്തു പറഞ്ഞു, സൂറത്ത് നിസായിലൂടെ അല്ലാഹു, അത് ഞാനുമായിട്ട് ബന്ധമുള്ളതല്ല. സൂറത്ത് നിസായിൽ അല്ലാഹു എന്തൊക്കെയോ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നാണോ? പ്രിയമുള്ളവരെ, സത്യത്തിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സൂറത്ത് നിസായിൽ അല്ലാഹു ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നാണോ? അല്ല. സൂറത്ത് നിസായിൽ നമ്മളോട് വർത്തമാനം അല്ലാഹു പറയുകയാണ്. സൂറത്ത് മാഇദയിൽ നമ്മളോട് അല്ലാഹു വർത്തമാനം പറയുകയാണ്. സൂറത്ത് അൻആമിൽ നമ്മളോട് അല്ലാഹു വർത്തമാനം പറയുകയാണ്. സൂറത്ത് അറാഫിൽ അല്ലാഹു നമ്മളോട് വർത്തമാനം പറയുകയാണ്.
അങ്ങനെ സൂറത്ത് നാസ് വരെ 114 അധ്യായങ്ങളിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സന്മാർഗം ഇറക്കിത്തരാമെന്ന് പറഞ്ഞത് അള്ളാഹു പൂർത്തീകരിച്ചു. റബ്ബ് അവന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചു. അവൻ സത്യസന്ധമായി വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനാണ്. ആ റബ്ബ് അവതരിപ്പിച്ചിരുന്ന സന്മാർഗം ഇനി ഞാനും നിങ്ങളും പഠിക്കുന്നിടത്ത് എവിടെയാണ്? ഇനി അത് ആലോചിക്കുക, അത് ചിന്തിക്കുക. സൂറത്ത് അംബിയായിൽ അള്ളാഹു എന്താ ചർച്ച ചെയ്യുന്നത്? എന്നോട് എന്താ പറഞ്ഞത്? ആരോടൊക്കെയല്ല, എന്നോട് എന്തോ പറഞ്ഞു? ഇങ്ങനൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാത്തിലേക്കും ഓടിയെത്താൻ സാധിച്ചില്ലെങ്കിലും കഴിവിന്റെ പരമാവധി എത്താൻ നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം കൊടുക്കുന്ന സമയം എത്രയാണ്? ഖുർആനിന്റെ മുന്നിൽ ഒരു ദിവസം കൊടുക്കുന്ന സമയം എത്രയാണ്? സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം കൊടുക്കുന്ന സമയം എത്രയാണ്? അങ്ങാടിയിൽ സ്വറ പറഞ്ഞു തീർക്കാൻ കൊടുക്കുന്ന സമയം എത്രയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളിലൂടെയുള്ള യാത്രയ്ക്കായി ഞാൻ എത്ര സമയം കൊടുക്കുന്നു? സലഫുകൾ, അവരിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം പള്ളി നമസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ വീട്ടിലേക്ക് പോകും. കൂടെയുള്ളവർ ചോദിച്ചു, എവിടേക്കാണ് ധൃതിപ്പെട്ട് ഇങ്ങനെ പോകുന്നത്? സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കാനാണ്. അപ്പൊ പറഞ്ഞു, സ്വഹാബത്തൊക്കെ മരിച്ചുപോയല്ലോ. സ്വഹാബത്തിന്റെ ചരിത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു. അവരുടെ ചരിത്രം ഗ്രന്ഥങ്ങളിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരുടെ കൂടെ ഇരിക്കാൻ പോവുകയാണ്. എത്ര സ്വഹാബിമാരുടെ ചരിത്രം അറിയാം, എത്ര സ്വഹാബിമാരുടെ ചരിത്രം അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ഗൗരവവും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് മാറാനുണ്ട്. എത്ര വലിയ നിഅമത്താണ്! ഇവിടെ പല പണ്ഡിതന്മാരുമുണ്ട്, അവരുടെ ക്ലാസ്സുകൾ നടക്കുന്നു. നമ്മൾ വരിക എന്നുള്ളതല്ല, നമ്മുടെ രണ്ട് കൈകളിലും നമ്മുടെ സുഹൃത്തുക്കളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരെയും കൈപിടിച്ചു കൊണ്ടുവന്നിരുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. അത് നമ്മൾ നിർവഹിക്കും. ഞാനും നിങ്ങൾ ഇരിക്കുന്നൊന്നല്ല, എന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ഞാൻ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സ്റ്റേജിലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന ഓരോ വിജ്ഞാനത്തെയും മനോഹരമായി ഉപയോഗപ്പെടുത്തുക. പറയുന്ന ആളുടെ ശൈലിയോ അദ്ദേഹത്തിന്റെ ആ വാക്ചാതുര്യോ ഒന്നും നോക്കണ്ട, അതൊന്നും നോക്കരുത്. പറയുന്നത് വിജ്ഞാനമാണോ അതിനെ നോക്കുക. കാരണം അത് അള്ളാഹു പറഞ്ഞതാണ്. പറയുന്ന വ്യക്തിയുടെ വാക്ചാതുര്യം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു പൊതുവായ ട്രെൻഡ്, പറയുന്ന ആളുടെ സംസാരം അത്ര സുഖമില്ലെങ്കിൽ ആ ക്ലാസ്സിൽ ആള് കുറവാണ്. ഒന്ന് ഉഷാറായി പറയുകയാണെങ്കിൽ അതിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ്. ആരുടെ വർത്താനം കേൾക്കാനാ വന്നത്? ആരുടെ സംസാരത്തിന്റെ ഗാംഭീര്യം കേൾക്കാനാണ് വന്നത്? ആരുടെ സംസാരത്തിന്റെ പൊലിമ കേൾക്കാനാണ് വന്നത്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആണോ, വന്ന വ്യക്തിയുടേതാണോ? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആര് ക്ലാസ് എടുത്താലും, ആര് പറഞ്ഞാലും അതിലെ വിജ്ഞാനത്തിലേക്ക്, അതിൽ അള്ളാഹു പറഞ്ഞ ആ വർത്തമാനത്തിലേക്ക് പങ്കുളിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ 3% പറഞ്ഞിട്ടുള്ളൂ. അപ്പോ വിജ്ഞാനം പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ വിജ്ഞാനം നമ്മൾ നിർബന്ധമായി നേടണം. ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ആവേശത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും നമ്മൾ വരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ജീവിതത്തിൽ അവശേഷിക്കുന്ന സമയം എത്രയാണ്? ചിലപ്പോ നമ്മളിൽ പലരുടെയും ആയുസിന്റെ ബാക്കി മണിക്കൂറുകളായിരിക്കാം, മിനിറ്റുകളായിരിക്കാം, ദിവസങ്ങളായിരിക്കാം, ആഴ്ചകളായിരിക്കാം. ഇത് എത്രയാണ്, എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി പഠനം നടത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം ആ സ്വർഗത്തിലേക്ക് തിരികെ മടങ്ങിച്ചെല്ലുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതാണ് ശർഈയായ നിയമങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ സൗഭാഗ്യമാകുന്ന നിധി, വിജ്ഞാനം, അത് നേടിയും അത് പരിശോധിച്ചും അത് പഠിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും മാത്രമേ നമുക്ക് തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ സാധ്യമല്ല എന്ന കാര്യം ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തണം. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ദുനിയാവിലെ ജീവിതം മനോഹരമായി ചിട്ടപ്പെടുത്തി ഒരു മുത്തഖിയായി ജീവിച്ച് മരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, മുത്തഖീങ്ങളായ മനുഷ്യന്മാർ. ആരാണ് മുത്തഖി? ഹുമുല്ലദീന ഫഅലു ത്വആത്ത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചവർ. അള്ളാഹു എന്നോട് ഓരോ മക്കാമിലും പല കൽപ്പനകളും കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനകൾ എനിക്ക് അനുസരിക്കുവാൻ സാധിക്കണം. അതിന് റബ്ബിന്റെ തൗഫീഖ് വേണം. ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വലതുകാല് വെച്ച് ഇറങ്ങുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക.
ഇത് ആ സന്ദർഭത്തിൽ ചെയ്യാനുള്ള അമലാണ്. അത് ചെയ്യാൻ റബ്ബിന്റെ തൗഫീഖ് നമുക്ക് വേണം. ആ തൗഫീഖോടുകൂടി അവിടെ ആ അമല് ചെല്ലാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ, അത് നിർബന്ധമായതുണ്ട്, സുന്നത്തായതുണ്ട്. ഈ നിലക്കുള്ള എല്ലാ സുന്നത്തുകളെയും വാജിബാത്തുകളെയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ സകല കൽപ്പനകളെയും അനുസരിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചവൻ മുത്തഖിയാണ്. മാത്രമല്ല വജ്തനിബുൽ മആസി വദ്ദുനൂബ്, പാപങ്ങളും തെറ്റുകളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ചയിലേക്ക് കണ്ണു പോയാൽ കണ്ണിനെ താഴ്ത്താൻ നമുക്ക് സാധിക്കണം. കേൾക്കാൻ പാടില്ലാത്തിടത്തേക്ക് നമ്മുടെ ചെവി പോയാൽ അവിടെ ചെവി പൊത്തിപ്പിടിച്ച് മാറുവാൻ നമുക്ക് സാധിക്കണം. പറയാൻ പാടില്ലാത്ത വർത്തമാനം വന്നാൽ നാവിനെ പിടിച്ചു വെക്കുവാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. അങ്ങനെ അള്ളാഹു അരുതെന്ന് പറഞ്ഞ അതിർവരമ്പുകൾ ലംഘിക്കാതെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് അള്ളാഹു അരുവികളും തോട്ടങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹിജ്റിലൂടെ പറയുകയാണ്. അള്ളാഹു പറയും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക. സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്താ അങ്ങനെ പറയുന്നത്? അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയും. സ്വർഗത്തിൽ ഒരുപാട്, സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കണക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ആ സ്വർഗത്തിൽ വിളംബരം ഉണ്ടാവുകയാണ്, ഒരുപാട് അനൗൺസ്മെന്റ് ഉണ്ടാകും സ്വർഗത്തിൽ. സ്വർഗത്തിലേക്ക് കയറിയ ആ സമയം മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മനോഹരമായ ഒരുപാട് അനൗൺസ്മെന്റുകൾ ഉണ്ടാകും, വിളംബരങ്ങൾ ഉണ്ടാകും. ഓരോന്നും വിശ്വാസിയുടെ സന്തോഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിളംബരമാണ് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. അതായത് സ്വർഗത്തിൽ പോകാനാണ്, തറവാട്ടിലേക്ക് മടങ്ങാനാണ് മനുഷ്യന്റെ അധ്വാനം. അവിടേക്ക് കയറുമ്പോൾ പറയുന്ന വർത്തമാനം അതാണ്, ബിസലാമിൻ ആമിനീൻ, സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളുന്നു. കാരണം ഒരു നിഅമത്ത് ആസ്വദിക്കണമെങ്കിൽ സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ നിർഭയത്വവും ഉണ്ടാകണം. നമുക്ക് നല്ല ഭക്ഷണമുണ്ട്, പക്ഷെ ഒരു സമാധാനമില്ല കഴിക്കാൻ. പുറത്ത് നല്ല യുദ്ധം നടക്കണം, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയിൽ ഈ നിഅമത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ നിർഭയത്വം, ഭയമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു നിഅമത്തിനെ ആസ്വദിക്കാൻ പറ്റൂ. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള എൻട്രി അവിടെ തന്നെ പറയുകയാണ്, എന്തേ? ബിസലാമിൻ ആമിനീൻ, സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഗില്ല്, പക, വിദ്വേഷം, വെറുപ്പ് എല്ലാം അല്ലാഹു എടുത്ത് മാറ്റി ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ, ആ സ്വർഗത്തിലെ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരുന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ്. നമ്മൾ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ മനസ്സിൽ പല അസ്വസ്ഥതകളോടുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക. കുടുംബത്തിൽ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ മനസ്സിൽ പല അസ്വസ്ഥതകളുമായിട്ടാണ് ഇരിക്കുക, സുഖം ഉണ്ടാവില്ല. ഇത് സ്വർഗത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം, അവരുടെ നെഞ്ചകങ്ങളിൽ നിന്ന് പകയെ ഞാൻ ഇങ്ങോട്ട് ഊരിയെടുക്കും. അത് ഖന്തറയിൽ വെച്ചാണ്, ഹദീസ് ഉണ്ട്, ഖന്തറയിൽ വെച്ചാണ് അള്ളാഹു ആ പകയെ ഊരിയെടുക്കുന്നത്. അങ്ങനെ പകയെ ഊരിയെടുത്തുകൊണ്ട് ഏറ്റവും മനോഹരമായി പരസ്പര സന്തോഷത്തോടു കൂടി ആ സ്വർഗത്തിലേക്ക് ആസ്വദിക്കുവാൻ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന രംഗമുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയമുള്ളവരെ, സഹസ്രാബ്ദങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് കാണാനിരിക്കുന്ന ഒന്നല്ല സ്വർഗവും നരകവും. ഇന്ന് മരിച്ചാൽ ഇന്ന് നമ്മളത് കാണുകയാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്നും വിദൂരമല്ലാത്ത, ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മരണവും ആ മരണത്തെ തുടർന്ന് വരാനിരിക്കുന്ന സ്വർഗ നരകങ്ങളുടെ കാഴ്ചയും. സ്വർഗവും നരകവും കാണും, സ്വർഗത്തിലെ നമ്മുടെ കൊട്ടാരം കാണും, നരകത്തിലെ ഇരിപ്പിടത്തെ കാണിച്ചു തരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് ദൂരെയാണ്, ഒരുപാട് അകലെയാണ്. ഞാനുമായിട്ട് അവിടേക്ക് എത്താൻ ഇനിയും ഒരുപാട് യാത്ര ചെയ്യണം എന്നാരും ധരിക്കേണ്ടതില്ല. ഇതെല്ലാം ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ദുനിയാവിന്ന് യാത്ര പറയണം. അതിനൊരു ഭാഗത്ത് വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കണം. അതിനുള്ള സൗകര്യം അള്ളാഹു ഇങ്ങനെ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ A to Z ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംവിധാനത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.